തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ഉടുമ്പൻതല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആധുനിക സൗകര്യങ്ങളോടെ ലാബ് പ്രവർത്തനം തുടങ്ങി. ഹെൽത്ത് ഗ്രാന്റിൽ 12 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ലാബ് ആധുനീകരിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ആരോഗ്യമേഖലയ്ക്ക് വലിയ പ്രാധാന്യമാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് നൽകി വരുന്നത്. നടപ്പ് സാമ്പത്തിക വർഷം 1.5 കോടി രൂപ ഈ മേഖലയ്ക്കായി പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഉടുമ്പൻതലയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ലാബിൽ ഹെൽത്ത് ഗ്രാന്റായ 12 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ആധുനിക സൗകര്യങ്ങൾ ഒരുക്കിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ആധുനീകരിച്ച ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും ലഭിക്കുന്ന ഫണ്ടുകൾ പരമാവധി ഉപയോഗപ്പെടുത്തി ജനങ്ങളുടെ ആരോഗ്യത്തിന് മുന്തിയ പരിഗണന നൽകുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ഹോമിയോ, അതുപോലെ ഒരു ആയുർവേദിക്, ഈ 3 കേന്ദ്രങ്ങളാണ് നിലവിൽ എല്ലാ സ്ഥലത്തും ഉള്ളത്. അത് ഉടുമ്പൻതലയിൽ കുടുംബക്ഷേമ കേന്ദ്രമാണെങ്കിൽ കൊയങ്കരയിൽ ആയുർവേദ കേന്ദ്രവും, അതുപോലെ തന്നെ എളമ്പച്ചിയിൽ ഹോമിയോ മെഡിക്കൽ സെൻ്ററും, അങ്ങനെ നന്നായി ഈ 3 സ്ഥാപനങ്ങളും മുന്നോട്ട് പോകുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റർ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇറക്കി. ഏകദേശം 1.5 കോടി രൂപയാണ് ഓരോ വർഷവും ഇതിനു വേണ്ടി ചെലവ്. ഇത്തവണയും 1.5 കോടി രൂപയുടെ പ്രോജക്റ്റുകളാണ് യഥാർത്ഥത്തിൽ നിർവഹിച്ചു വരുന്നത്. ഇപ്പോൾ 1.5 കോടി രൂപ എന്ന് പറയുമ്പോൾ പലർക്കും ആലക്ഷ്യമുണ്ടാകും. ഞാൻ വെറുതെ ഒരു കണക്കെടുത്ത് ഞാൻ നോക്കി. ഇത് ഈ ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ച് മാത്രം ഈ 2025-26 വർഷത്തിൽ പദ്ധതി കൈകാര്യം ചെയ്യുന്ന ഡോക്ടർക്കും മനുഷ്യർക്കും വളരെ വ്യക്തമായി അറിയാം. 60 ലക്ഷം രൂപയാണ് ഇത്തവണ പഞ്ചായത്തിൻ്റെ 25-26 വർഷത്തെ വാർഷിക പദ്ധതി ഈ ഹോസ്പിറ്റലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രം വിനിയോഗിക്കുന്നു. ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷംസുദ്ദീൻ IT അധ്യക്ഷനായി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സഹദ് ബിൻ ഉസ്മാൻ സ്വാഗതം പറഞ്ഞു. ജനപ്രതിനിധികളായ KV കാർത്തിയായനി, ഫായിസ് ബീരിച്ചേരി, M അബ്ദുൽ ഷുക്കൂർ, MK ഹാജി, KV രാധ, HMC അംഗം AG ബഷീർ, DLO K സതീശൻ എന്നിവർ സംസാരിച്ചു. ആധുനിക സൗകര്യമുള്ള ലാബ് ഒരുക്കിയതോടെ ജനങ്ങൾക്ക് ഇവിടെ നിന്നും കുറഞ്ഞ ചെലവിൽ പരിശോധന നടത്താൻ സാധിക്കുമെന്നും ഇനിയും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഇത്തരം ഒട്ടേറെ പദ്ധതികളുമായി മുന്നോട്ട് പോകുമെന്നും പഞ്ചായത്ത് ഭരണസാരഥികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.